നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം മലയാള മനോരമയാണ്. മലയാള മനോരമയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോട് കൊടുത്തിട്ടുള്ള വാർത്ത ബോഡി ഷേമിംഗ് കർശന നിലപാടുമായി ഹൈക്കോടതി, ശരീരത്തെ വിധിക്കരുത് എന്നുള്ളതാണ് വാർത്തയുടെ തലക്കെട്ട്. ബോഡി ഷേമിംഗ് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന കർശന നിലപാടുമായി ഹൈക്കോടതി. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന കേസിൽ ബോബി ചെമ്മണ്ണൂരിനും ജാമ്യം അനുവദിച്ച ഉത്തരവിലാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ്റെ പരാമർശം. നവവധു മരിച്ച നിലയിൽ നിറത്തിൻ്റെ പേരിൽ അവഹേളനമെന്ന് പരാതി. നിറത്തിൻ്റെ പേരിൽ ഭർത്താവിൽ നിന്ന് അവഹേളനം നേരിട്ടതായി പരാതിപ്പെട്ട നവവധുവിനെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവിൻ്റെ മാനസിക പീഡനം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. അതായത് ബോഡി ഷേമിങ്ങിന് ഇരയാക്കപ്പെട്ട രണ്ട് സ്ത്രീകളുടെ വാർത്തയാണ് മലയാള മനോരമ ശരീരത്തെ വിധിക്കരുതെന്ന തലക്കെട്ടോടുകൂടി നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ മലയാള മനോരമ ഇന്ന് പ്രാധാന്യമേറെ നൽകിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ദോഹ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുടെ ഗാസ, വെടിനിർത്തൽ രേഖ അംഗീകരിച്ച് ഹമാസ്, ഇസ്രായേലും വഴങ്ങിയേക്കുമെന്ന സൂചന. ഗാസ വെടിനിർത്തൽ കരട് രേഖ ഹമാസ് അംഗീകരിച്ചു, ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. 15 മാസം പിന്നിട്ട യുദ്ധം അവസാനിപ്പിക്കാൻ US മുൻകൈയെടുത്ത ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ ദോഹയിൽ നടക്കുന്ന ചർച്ചയിലാണ് കരട് രേഖയായത്. ഈ വാർത്തയ്ക്ക് കരാറിന് 3 ഘട്ടം എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കോളം കൂടി ആ വാർത്തയിലുണ്ട്. വലത് ഭാഗത്താണ് ഈ വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകിക്കൊണ്ട് മലയാള മനോരമ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ മകരസംക്രമ സന്ധിയുടെ പുണ്യമായ പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞ ജ്യോതി ശബരിമല സന്നിധാനത്ത് നിന്ന് തീർത്ഥാടകർ ദർശിക്കുന്ന ചിത്രം ഇടതുഭാഗത്ത് നൽകിയിട്ടുണ്ട്. മനം നിറച്ച മകരദീപം എന്നുള്ളതാണ് ആ സ്റ്റോറിയുടെ തലക്കെട്ട്. ജ്യോതി തെളിഞ്ഞു ഭക്തരുടെ മനസ്സിലും പൊന്നമ്പലമേട്ടിലും എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട തലക്കെട്ട് കൂടി ആ സ്റ്റോറിക്ക് നൽകുന്നുണ്ട്. ആദ്യ പേജിൽ തന്നെ മലയാള മനോരമ പ്രാധാന്യം നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പവിത്രന്റെ ജീവിതയാത്ര മടക്കം പറഞ്ഞ മരണം എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ളൊരു വാർത്ത. മരണത്തോട് ബൈ പറഞ്ഞാണ് പവിത്രൻ ജീവിതത്തിലേക്ക് ആംബുലൻസ് കയറിയത്. മംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രക്കിടയിൽ എപ്പോഴോ മരിച്ചെന്ന് കരുതി സംസ്കാരത്തിന് ഒരുക്കങ്ങൾ നടത്തിയവരെയും ഞെട്ടിച്ച പവിത്രൻ ജീവിതത്തിലേക്ക് കണ്ണു തുറന്നു. ഒരാൾ മരിച്ചു എന്ന് കരുതി കൊണ്ടുവരുന്ന വേളയിലാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ആ വാർത്തയാണ് നൽകിയിട്ടുള്ളത്. കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ വക സംഘഗാനത്തിൽ പിണറായിയെ ഫിനിക്സ് പക്ഷിയായി വാഴ്ത്തുന്നു. ഫിനിക്സ് പക്ഷിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതായി തോന്നുന്നില്ല എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. അടുത്തത് കേരള കൗമുദിയാണ്. കേരള കൗമുദിയും മകരജ്യോതി തൊഴുന്ന ഭക്തരുടെ സ്റ്റോറിക്ക് ആദ്യ പേജിൽ വലിയ പ്രാധാന്യം നൽകുന്നു. മഹാപുണ്യമായി മകരജ്യോതി, മനം നിറഞ്ഞ ഭക്തസാഗരം എന്നുള്ളതാണ് വാർത്തയുടെ തലക്കെട്ട്. മറ്റു പ്രധാനപ്പെട്ട വാർത്ത, KSRTCയെ വെട്ടിനിരത്തി 1000-ഓളം റൂട്ടുകൾ സ്വകാര്യ സർവീസുകൾക്ക് എന്നുള്ളതാണ് വാർത്ത. ജനങ്ങളുടെ ആവശ്യമെന്ന പേരിൽ KSRTCയെ വെട്ടിനിരത്തി 1000-ഓളം ബസ് റൂട്ടുകൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകുവാനുള്ള നീക്കം ക്ലൈമാക്സിലെത്തി. ജില്ലയിലെ 40 മുതൽ 100 വരെ റൂട്ടുകൾ സ്വകാര്യ സർവീസുകൾക്ക് നൽകുവാനുള്ള കരട് ലിസ്റ്റ് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കി. അടുത്ത മാസം അന്തിമ രൂപം നൽകി ഏപ്രിൽ 1 മുതൽ സർവീസുകൾ തുടങ്ങുന്ന വിധത്തിലാണ് നീക്കം. ആ വാർത്തയ്ക്ക് കേരള കൗമുദിയുടെ സ്പെഷ്യൽ വാർത്തയായ വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട വാർത്തയെ കേരള കൗമുദി നൽകിയിട്ടുള്ളത്, ജാമ്യമായിട്ടും ജയിൽ വിടാതെ ബോബി, സഹതടവുകാർക്കൊപ്പം ഇന്നിറങ്ങും. ബോഡി ഷേമിംഗ് പറ്റില്ലെന്ന് ഹൈക്കോടതി. ഹണി റോസിനെ ബോഡി ഷേമിംഗ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള കളിയാക്കലുമൊക്കെ ബന്ധപ്പെട്ടുള്ള പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ ജയിൽ മോചിതനാക്കാനുള്ള വിധി വന്നെങ്കിൽ പോലും, ജാമ്യം ലഭിച്ചെങ്കിൽ പോലും അദ്ദേഹം ജയിൽ മോചിതനായില്ല. സഹതടവുകാർക്കൊപ്പമാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. അതിനോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ പരാമർശവും ആ വാർത്തയിൽ നൽകുന്നുണ്ട്. സുരേഷ് കുറുപ്പിൻ്റെ മനസ്സ് TP-ക്കൊപ്പം എന്നതിൽ അഭിമാനം. ചോരയിൽ കുതിർന്ന ആ റെയിൽവേ ടിക്കറ്റ് മറക്കാനാകുന്നില്ല KK രമ. അതായത് അന്ന് സുരേഷ് കുറുപ്പിൻ്റെ മകൻ്റെ വിവാഹത്തിന് പോകാൻ TP ചന്ദ്രശേഖരൻ കോട്ടയത്തേക്ക് റെയിൽവേ ടിക്കറ്റ് എടുത്തത് മെയ് 4 രാവിലെ ആയിരുന്നു. എനിക്കിപ്പം വന്ന് ഉച്ചവരെ TP ഉണ്ടായിരുന്നല്ലോ. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയതല്ലേ, വിവാഹത്തിന് പോരുന്നുണ്ടോ എന്ന് തലേന്ന് രാത്രി എന്നോട് ചോദിച്ചിരുന്നു. ഞാനില്ലെന്ന് പറഞ്ഞു. പോവേണ്ടെന്ന് പറയാൻ തോന്നിയതുമില്ല. സൗഹൃദങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളെ വിലക്കാൻ തോന്നിയില്ല. അത്രമാത്രം സൗഹൃദം സുരേഷ് കുറുപ്പുമായിട്ടുണ്ടായിരുന്നു. മെയ് 13 കുറുപ്പിൻ്റെ മകൻ്റെ വിവാഹം. നേരത്തെ ടിക്കറ്റ് എടുക്കുകയായിരുന്നു. മെയ് 4 ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവർ TPയെ പറിച്ചെടുത്തത്. വർഷം 13 KK രമ കേരള കൗമുദിയോട് പറഞ്ഞ ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് കേരള കൗമുദി നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ മോർച്ചറിയിലേക്ക് മാറ്റുന്നവരുടെ ജീവൻ്റെ തുടിപ്പ് പവിത്രന് 2ാം ജന്മം എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് കേരള കൗമുദി ആദ്യ പേജിൽ തന്നെ. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ ബോബി ചെമ്മണ്ണൂരിന് ഉപാധികളുടെ ജാമ്യം. തലക്കെട്ടിനൊപ്പം വായ് മൂടാനും ഒരു കെട്ടുവേണം എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ, ദേശാഭിമാനിയിൽ ഇന്ന് പ്രാധാന്യമേറെ നൽകിയിട്ടുള്ള വാർത്ത, ശാരീരിക അധിക്ഷേപം വേണ്ട, മേലിൽ ആവർത്തിക്കരുത് എന്നുള്ള വാർത്ത. ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ
താക്കീതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ദേശാഭിമാനിയും ഇന്ന് ആദ്യ പേജിൽ വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. ഒപ്പം വലതുഭാഗത്ത് മകരജ്യോതി കണ്ടുതൊഴുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ചിത്രം നൽകിയിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തയായി ദേശാഭിമാനി നൽകിയിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിന് തുടക്കം, UGC അതിരുകടക്കരുത് എന്നുള്ള തലക്കെട്ടോടുള്ള വാർത്ത. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സർവകലാശാലകളെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അസ്ഥിരമാക്കാനാണ് കേന്ദ്ര സർക്കാരും UGCയും ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് UGCയുടെ 2025 കരട് ചട്ടഭേദഗതി നിർദ്ദേശം. കുസാറ്റിൽ ദ്വിദിന ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആ ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രം വലതു ഭാഗത്തായി നൽകിയിട്ടുണ്ട്. മോർച്ചറിപ്പടിയിൽ പവിത്രനും പുതുജീവിതം എന്ന തലക്കെട്ടോടുകൂടി പവിത്രൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന വാർത്തയ്ക്ക് ദേശാഭിമാനി ആദ്യ പേജിൽ വലിയ പ്രാധാന്യം നൽകുന്നു. MLA ഒളിവിൽ, അത് സ്വാഭാവികം, കെ സുധാകരൻ. IC ബാലകൃഷ്ണൻ MLA ഒളിവിൽ കഴിയുന്ന സ്വാഭാവികമാണെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. അറസ്റ്റ് വാറണ്ടുള്ള ആൾ ഒളിവിൽ താമസിക്കേണ്ടി വരും, അത് സ്വാഭാവികമെന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ദേശാഭിമാനി ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത്. ഷിനിലാലിനും ഉണ്ണിക്കും രാവുണ്ണിക്കും ദേശാഭിമാനി പുരസ്കാരം. 2023 ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചു. ആ വാർത്തയാണ് ദേശാഭിമാനി ആദ്യ പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഹെഡ്മാഷ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ വയനാട് അമരക്കുനിയിൽ ഭീതി വിതയ്ക്കുന്ന കടുവയെ പിടികൂടാൻ തീവ്ര ശ്രമം. കിടവകൾക്കെല്ലാം ഒരു കൂട് മതിയാകുമോ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി ദേശാഭിമാനി നൽകിയിട്ടുള്ളത്. ആശ്രിതർക്ക് 8 ലക്ഷം സഹായം, കാണാതായവരെ മരിച്ചതായി കണക്കാക്കും. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി ആശ്രിതർക്ക് 8 ലക്ഷം രൂപ സഹായം നൽകും. സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, PM-NRF എന്നിവയിൽ നിന്ന് 2 ലക്ഷം വീതവും ചേർത്താണ് 8 ലക്ഷം നൽകുക. അടുത്തത് ജന്മഭൂമിയാണ്. ജന്മഭൂമിയിൽ അയ്യപ്പ ഭക്തന്മാർ മകരജ്യോതി തൊഴുന്ന ചിത്രത്തിന് ആദ്യ പേജിൽ വലിയ പ്രാധാന്യം നൽകുന്നു. ഒരു പ്രത്യേക സ്റ്റോറിയും അതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. ദർശന സുഹൃതത്തോടെ മലയിറക്കം എന്നുള്ളതാണ് ആ സ്റ്റോറിയുടെ തലക്കെട്ട്. അതിനോടൊപ്പം വയനാട് ദുരന്തം കാണാതായവർക്കും നഷ്ടപരിഹാരം എന്ന തലക്കെട്ടോടുകൂടി വയനാട്ടിലെ വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു ജന്മഭൂമി ആദ്യ പേജിൽ. സ്കൂൾ ലൈബ്രറിയൻ തസ്തിക വന്നിട്ട് 24 വർഷം, നിയമനമില്ല. വിദ്യാർത്ഥികൾക്ക് പത്രവായനകൾക്കും പുസ്തക വായനകൾക്കും ഗ്രേസ് മാർക്ക് നൽകുമെന്ന് തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉയരുന്ന നിരവധി ചോദ്യങ്ങൾ. സ്കൂളുകളിൽ കാര്യക്ഷമമായ ലൈബ്രറികളുണ്ടോ? ദിനപത്രങ്ങൾ ലഭ്യമാണോ? UP വിഭാഗം കുട്ടികൾക്ക് വായനാ പീരീഡുകളെങ്കിലും അവിടെ പുസ്തകങ്ങൾ വായിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. S സോമനാഥൻ പടിയിറങ്ങി, V നാരായണൻ ചുമതലയേറ്റു. ISRO ചെയർമാൻ പദവിയിൽ നിന്ന് ഡോക്ടർ S സോമനാഥൻ പടിയിറങ്ങി. ഡോക്ടർ V നാരായണൻ ISROയുടെ പുതിയ ചെയർമാനായി ചുമതലയേറ്റു. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമത്തിലും സർവം ഭക്തിമയ എന്ന തലക്കെട്ടോടുകൂടി മകരജ്യോതി എന്ന അയ്യപ്പ ഭക്തന്മാരുടെ ചിത്രം ആദ്യ പേജിൽ വലിയ പ്രാധാന്യത്തോടെ നൽകുന്നു. അതിനോടൊപ്പം തന്നെ ആശ്വാസം, ആശങ്ക. വയനാട് ഉരുൾ ദുരന്തം ഇരകൾക്ക് ആശ്വാസമായി സർക്കാർ തീരുമാനം, പുനരധിവാസത്തിന് വെല്ലുവിളിയായി നിയമ നടപടി എന്നുള്ള തലക്കെട്ടോടുകൂടി വയനാട്ടിലെ പുനരധിവാസത്തിനായുള്ള തുക കേന്ദ്രവും സംസ്ഥാന സർക്കാരും ചേർന്ന് നൽകുന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്ന മാധ്യമം. ഗസ വെടിനിർത്തൽ കരാർ അരികെ എന്ന തലക്കെട്ടോടുകൂടി ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് മാധ്യമം ആദ്യ പേജിൽ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം എന്ന തലക്കെട്ടോടുകൂടി ബോബി ചെമ്മണ്ണൂറിൻ്റെ വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് മാധ്യമം ആദ്യ പേജിൽ ഇടതുഭാഗത്ത്. റഷ്യയോട് ഇന്ത്യക്കാരെ വിട്ടയക്കുന്ന തലക്കെട്ടോടുകൂടി ഒരു സ്പെഷ്യൽ സ്റ്റോറി. തൃശൂർ കുട്ടനെല്ലൂർ സ്വദേശി ബിനിലാൽ ബാബു യുക്രൈനിൽ അതിർത്തിയിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ റഷ്യൻ സേനയിൽ അവശേഷിക്കുന്ന ഇന്ത്യക്കാരെ ഉടനെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യ എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമേറെ ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. നിർമ്മിത ബുദ്ധൻ എന്ന തലക്കെട്ടോടുകൂടിയുള്ള മാധ്യമത്തിൻ്റെ കാർട്ടൂൺ പരമ്പരയിൽ ഒറ്റ തെരഞ്ഞെടുപ്പ് രാജ്യവ്യാപകമായി വിശദീകരിക്കും ദക്ഷിണേന്ത്യയുടെ ചുമതല അനിൽ ആന്റണിക്ക്. അപ്പോൾ ദക്ഷിണേന്ത്യയുടെ കാര്യം അമിത്ഷായോട് കൂടുതൽ വിശദീകരിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ആ കാർട്ടൂൺ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. അടുത്ത ദീപികയാണ്. ദീപികയിൽ മകരജ്യോതി വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ചിത്രം വലതുഭാഗത്തായി നൽകിയിട്ടുണ്ട്. സമാധാന ചിറകിൽ ഗാസ എന്ന തലക്കെട്ടോടുകൂടി ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ദീപിക ആദ്യ പേജിൽ വലിയ പ്രാധാന്യം നൽകുന്നു. ഉരുൾപൊട്ടലിൽ കാണാതായവരെ മരിച്ചതായി കണക്കാക്കി നഷ്ടപരിഹാരം നൽകാൻ നടപടി എന്ന വാർത്തയ്ക്ക് വയനാട്ടിലെ ആ വാർത്തയ്ക്ക് ഇടതുഭാഗത്ത് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ദീപിക. പ്രധാനപ്പെട്ട പേജിൻ്റെ ഇടതുഭാഗത്തായ ഒരു കോളത്തിലാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. തേനീച്ച ആക്രമണം, രക്ഷ തേടി കനാലിൽ ചാടി വയോധികൻ മുങ്ങി മരിച്ചു. തേനീച്ചകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ തേടി കനാലിൽ ചാടിയ ഗൃഹനാഥൻ മരിച്ചു. നല്ലേപ്പള്ളി കണക്കമ്പാറ കളപ്പറമ്പിൽ വേലായുധൻ്റെ മകൻ സത്യനാണ് മരിച്ചത്. ഹണിറോസിനെ അധിക്ഷേപിച്ച കേസ് ബോബി ചെമ്മണ്ണൂരിന് ഉപാധികളോട് ജാമ്യം എന്ന വാർത്തയ്ക്ക് ആദ്യ പേജിൽ വലിയ പ്രാധാന്യം നൽകുന്നു ദീപിക. പുറത്തിറങ്ങാൻ വിസമ്മതിച്ച് ബോബി ചെമ്മണ്ണൂർ എന്ന തലക്കെട്ടോടുകൂടി ബോബി ചെമ്മണ്ണൂർ കൂട്ട് തടവുകാരോടൊപ്പമായിരുന്നു പുറത്തിറങ്ങിയതെന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് ദീപിക ആദ്യ പേജിൽ തന്നെ. അടുത്തത് മാതൃഭൂമിയാണ്. മകരജ്യോതി തൊഴുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ചിത്രമാണ് മാതൃഭൂമിയും ആദ്യ പേജിൽ വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം പുരപ്പുര സൗരോർജ്ജ സബ്സിഡി ഇനി നേരിട്ട് എന്ന തലക്കെട്ടോടുകൂടി കേന്ദ്ര സഹായത്തോടെയുള്ള സൗരോർജ്ജ വൈദ്യുതി പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ഉപഭോക്താക്കൾക്കായുള്ള സബ്സിഡി ഇനി മുതൽ നേരിട്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും. ഇതിനായി പദ്ധതി നടത്തിപ്പിനുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ ഭേദഗതി വരുത്തി കേന്ദ്ര പാരമ്പര്യേതര ഊർജ്ജ മന്ത്രാലയം ഉത്തരവിറക്കി. മുണ്ടക്കൈ ചൂരൽമല ഉൾപൊട്ടൽ കാണാതായവരെ മരിച്ചതായി കണക്കാക്കും. ഒപ്പം
ധനസഹായം നൽകുന്ന വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ വലതുഭാഗത്ത് നൽകുന്നു. ബോബി ചെമ്മണ്ണൂർ ജാമ്യം എന്ന വാർത്തയ്ക്ക് ഇടതുഭാഗത്ത് ചെറിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു മാതൃഭൂമി. ട്രാൻസ്ജെൻഡർ സംവരണം 6 മാസത്തിനകം നടപ്പാക്കണമെന്ന് ഹൈക്കോടതി. ട്രാൻസ്ജെൻഡർമാർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ജോലിയിലും 6 മാസത്തിനുള്ളിൽ സംവരണം ഉൾപ്പെടുത്തണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ISRO ഡോക്ടർ നാരായണൻ ചുമതലയേറ്റുന്ന വാർത്തയ്ക്ക് വലതുഭാഗത്ത് ചെറിയ പ്രാധാന്യം നൽകുന്നു മാതൃഭൂമി. നിറത്തെ ചൊല്ലി കുറ്റപ്പെടുത്തലെന്ന ആരോപണം നവവധു ജീവനൊടുക്കിയ വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു ആദ്യ പേജിൽ തന്നെ മാതൃഭൂമി. താഴെ ഭാഗത്ത് നിന്ന് നൽകുന്നത് ഷഹാന മുംതാസിന്റെ ചിത്രവും വാർത്തയോടൊപ്പം നൽകുന്നുണ്ട്. കാകദർശി എന്ന കാർട്ടൂൺ പരമ്പരയിൽ അറസ്റ്റ് വാറണ്ടുള്ള IC ബാലകൃഷ്ണൻ ഒളിവിൽ പോവുക സ്വാഭാവികം. K സുധാകരൻ. നിയമത്തിന്റെ വഴിക്ക്, ബാലകൃഷ്ണൻ അണ്ടർഗ്രൗണ്ട് വഴിക്ക് എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.